ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ മോർണിംഗ് നമ്മൾ ആലപ്പുഴയ്ക്ക് പോകേണ്ട ദിവസമാണ്. അപ്പോൾ ടോണിച്ചേട്ടൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കിയാൻ നല്ല ഉറക്കമാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ടോണിച്ചേട്ടൻ വന്നപ്പോൾ വേഗം ഇറങ്ങി. അപ്പച്ചനും അമ്മച്ചിയും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. പോകുന്ന വഴിക്ക് പെൻറ്റയിലൊക്കെ ഒന്ന് കയറി ടോണിച്ചേട്ടൻ്റെ ഫോണിൻ്റെ കവറൊക്കെ മാറ്റി വാങ്ങിയിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കും നല്ലൊരു മഴ വന്നു. നേരെ വേഗം റെയിൽവേ സ്റ്റേഷനിൽ വന്നു. നമ്മൾ വന്നൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ട്രെയിൻ വന്നു കേട്ടോ. ആലപ്പുഴ എക്സ്പ്രസ് ആയിരുന്നേ. അപ്പോൾ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. നമ്മൾ മാത്രമേ കമ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നുള്ളൂ. വീട്ടിലൊരു 2 മണിയായപ്പോൾ എത്തി. ലഞ്ചൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് കിടന്നുറങ്ങി. ഒരു 5 മണിയായപ്പോഴത്തേക്കും നമ്മളിപ്പോൾ പോകുന്നത് ആലപ്പുഴ ഫസ്റ്റ് ക്രൈയിലേക്കാണ് കേട്ടോ. കിയാൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ വരുവാണ്. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അവിടെ വന്ന് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. ഒരെണ്ണം ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. എന്നാലും അതവിടെ വിഷ് ലിസ്റ്റിൽ മാറ്റി വെച്ചിട്ട് നമ്മൾ വേറൊരു ഷോപ്പിലും കൂടെ പോയി നോക്കി. ബെറ്റർ ഓപ്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് പോയതാണ്. ആ ഷോപ്പിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാലും എൻ്റെ മനസ്സിൽ മൊത്തം ഫസ്റ്റ് ക്രൈയിൽ നിൽക്കുന്ന ഡ്രസ്സായിരുന്നു. അപ്പോൾ വേഗം തിരിച്ച് അങ്ങോട്ട് തന്നെ വന്നു കേട്ടോ. തിരിച്ച് അവിടെ നിന്ന് ആ ഷൂസും ഡ്രസ്സും ഒക്കെ എടുത്ത് നമ്മളിപ്പോൾ പോകുന്നത് ടോണിച്ചേട്ടൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായ തനുഫക്കാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. തനുഫക്ക ഒരു മാഷാണേ. പുള്ളിയുടെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ അതുകൊണ്ടിട്ട് ചുമ്മാ ഒന്ന് പോയതാണ്. അതാ നമുക്ക് കോഴിയടയും റോസ് മിൽക്കൊക്കെ തന്ന് തനുഫക്കാൻ്റെ ഉമ്മ നമ്മൾ സ്വീകരിച്ചു കേട്ടോ. അവിടെ നിന്ന് ഒരു 7 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങി നമ്മൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിയിട്ട് നേരെ പോയത് നമ്മുടെ കുരിയസിൻ്റെ നടയിലേക്കാണ്. ഇവിടെയുള്ള എല്ലാ ഫ്രൈഡേയ്സും ഞങ്ങളവിടെ പോകാറുണ്ടെന്ന് ഞാൻ നേരത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുരിയസിനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ട് പോയത് ആലപ്പുഴയിലുള്ള സ്വീറ്റി കസയിലേക്കാണ്. കിയാൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ. അപ്പോൾ നമുക്കൊരു നല്ല സ്വീറ്റ് കേക്കും കൂടെ വേണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്വീറ്റി കസ തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് ബർത്ത്ഡേ തീമിൽ വരുന്ന ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വളരെ മിനിമലായിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുള്ളത്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ തന്നെയാണ് വാങ്ങിക്കാറ്. അതുകൊണ്ട് നമുക്ക് സ്വീറ്റി കസയിൽ 100% വിശ്വാസമുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് ജ്യൂസോയിലേക്കാണ് കേട്ടോ. ഈ ഷോപ്പ് കഴിഞ്ഞ തവണ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇത്തവണ എന്തായാലും കയറാമെന്ന് കരുതി ഹസ്ബൻഡിനായിട്ട് കയറി. അവിടെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പ്രീമിയം ഫുഡാണ് കേട്ടോ അവർ സെർവ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഷോർട്സ് ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. നമ്മളൊരു ബർഗറും റാപ്പൊക്കെ വരുന്ന കോംബോയാണ് വാങ്ങിയത്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇനിയും ഒരുപാട് തവണ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നേക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. നേരെ ഇനി വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. ഒരു 9:30 മണിയൊക്കെ ആയി. വീട്ടിൽ ചെന്നപ്പോഴാണെങ്കിൽ അമ്മ നല്ല ചോറും ചക്കവിയലും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കുറച്ച് കഴിച്ചു, അല്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാവത്തില്ലേ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങി. ഇതാണ് കേട്ടോ ആലപ്പുഴയിലുള്ള എൻ്റെ ഒരു കുഞ്ഞു ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്.